ഞാൻ പറയാ ഇത് വേണ്ട. അയ്യോ കൊല്ലല്ലടാ, എന്തിനാടാ കൊന്നേ? ബ്രോ ഹലോ ബ്രോ ഹലോ 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 ബ്രോ എന്താണ് ബ്രോ ഇതെന്താ സംഭവം? എന്തോ ബ്രോ എന്തോ ബ്രോ ആണല്ലേ? ഇടിച്ചപ്പത്തേക്ക് ചത്തു പോകാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ? എന്താ അല്ല അവനല്ല കുഴപ്പം, എനിക്കാണ് കുഴപ്പം. നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നമല്ല. പിന്നെ എന്റെ ഗ്യാങ്ങിൽ ഉപയോഗിച്ച് അടിച്ചിട്ട് എനിക്കെന്താ പ്രശ്നമെന്നോ? ഇവരെല്ലായിടത്തും കളിയാ കുണ്ടച്ചു മക്കള്, അവരാധികളെ. നിന്റെയൊക്കെ ഓത്ത കളി, നീയൊക്കെ എവിടുത്തെ കളിക്കാൻ പഠിച്ചതാ വരുന്നത്? അവരാധികളെ വീട്ടിൽ നടക്കൂടെ നോക്കിയപ്പോ മര്യാദക്ക് പറഞ്ഞില്ല അവരോട് സംസാരിക്കാൻ. നീ ഏതാ പൊട്ടിച്ചു പോണോ? ഇതേ തീട്ടം നീ തീട്ടം തന്നെ, മനസ്സിലായോ? നീ തീട്ടം തന്നെ. എല്ലാരും പുറത്തിരിക്കും കുറച്ചാള്. പൂണ്ടച്ചി മക്കളെ, അവന്റെയൊക്കെ ഓത്ത്. നീയൊക്കെ എവിടുന്ന് കളി കാണാൻ വേണ്ടി? അയ്യോ എടാ ഒന്ന് കൈയടിച്ചടാ. വലിയ കുണ്ണായ്മകളാ, ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ഉള്ളവന്മാരാ. മനസ്സിലായോ? എക്സ്പീരിയൻസ് ഉള്ള കുണ്ണകള്. എടാ നിനക്കൊക്കെ ഇതേ അറിയത്തുള്ളൂ, താളം വിടാൻ. മനസ്സിലായോ? കുറച്ച് തോക്കിനെത്ര കൊണക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? കളിക്കാൻ പഠിച്ചിട്ടോ അതിനകത്ത് റൂൾസ് വെച്ചിട്ട് ഇത്രയും പേര് കളിക്കുന്നത്. നീയൊക്കെ പോടാ ആണുങ്ങളെ, അവരാധികളെ. അങ്ങനെ തന്നെ വിളിക്കും നിന്നെയൊക്കെ. പൂറ്റിലെ കളി കളിച്ചാൽ നിന്നെയൊക്കെ പിന്നെ എന്തോ പറയേണ്ടത്? സേഫ് സോണിൽ വന്നിട്ട് അവരാധിത്തരം കാണിച്ചിട്ട്. ഹലോ ബ്രോ ഇത് മുസംബി മാക്കല്ലേ? ഹലോ അല്ല നിന്റെ അച്ഛൻ കൊളാകുണ്ടായിറങ്ങി. അമ്പി മാക്കല്ലേ? അല്ല നിന്റെ അച്ഛൻ മാക്ക്. എടാ നിന്റെ അച്ഛൻ മാക്കടാ, നിന്റെ അച്ഛൻ മാക്കടാ. അത് ഞാൻ എണ്ണിച്ചിട്ട് പറയാം, ഞാൻ പൊങ്ങിട്ട് പറയാം. വാണമേ വാണക്കണ്ടി എന്നെ പൊക്കിട്ട് സംസാരിക്കും. എനിക്ക് നിന്റെ അടുത്ത് പുറത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. പുണ്ണ നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ പുസ്തകം പാച്ചിട്ട് നീ എന്റെ അടുത്ത് വാ. നിന്റെ കാലത്ത് കുറെ കൂടുതൽ ഓണം ഉണ്ടായ ഊമ്പല്ല എന്റെ അടുത്ത്. ഊമ്പല്ലേ നീ ഒന്നും ഒരുപാട് കേട്ടോ. പുണ്ണൻ അവന്റെ പുത്തളം പാച്ചുന്ന കുറെ കൊച്ചു കുണ്ണകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരാധം പറയാം. നീയൊക്കെ കളിക്കാൻ ആദ്യം റൂൾസ് പഠിക്കും. ഇതിനകത്ത് കളിക്കുന്ന എല്ലാവർക്കും റൂൾസ് വെച്ച് ഉണ്ടാക്കാൻ നിനക്കൊന്നും പ്രത്യേകത പറയൊന്നുമില്ല. മനസ്സിലായോ? വാണക്കണ്ടികളെ. ഞാൻ അകത്ത് തെറിയൊന്നും ആരെയും വിളിച്ചിട്ടില്ല. അവന്മാർ ഈ ക്ലിപ്പ് കൊണ്ടുണ്ടാക്കി ബാങ്ക് കൊടുക്കണം. ഞാനങ്ങ് ഇരുന്നോളാൻ പുറത്ത്. ഇമാരി അവരാഴ്ചമാരും പുറത്തിരിക്കണം എന്റെ കൂടെ. ഇമാരി അവരാധം കാണിച്ചവന്മാരും എന്റെ കൂടെ പുറത്തിരിക്കാൻ ഇരിക്കാം. എല്ലാം കളിക്കുന്നില്ല. ആദ്യവേലുവിന്റെ അണ്ടി പോണാ മൈര എവിടുന്ന്. പിന്നെ എനിക്ക് ഇവിടെ മൈക്ക് പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എന്നിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇന്ന് ബാൻ മേടിക്കണോ പറ മേടിക്കണോ ഞാൻ കാണിച്ചു കൊടുക്കാം. വെയിറ്റ് ആക്കി. തീട്ടക്കളി കളിച്ചിട്ട് എന്തുവാണ് താളം വിടുന്നത് ഇവനൊക്കെ? തീട്ടക്കളി. സിറ്റുവേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അല്ലല്ല സൈസ് ഉണ്ട്. എന്നോടാണോ സാറേ? ഒരു സ്ഥലത്തോട്ട് നീങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് കാണണം. എവിടാ? സിറ്റുവേഷൻ അല്ല സിറ്റുവേഷൻ അല്ല.
ശരിക്കേ കേൾക്കുന്നുണ്ടോ? ഈ സേഫ് സോണിന്റെ അകത്തിട്ട് മറ്റേ കാച്ചാൻ അറിയാത്ത കുറച്ച് പുണ്ടാളുണ്ടല്ലോ, ഇവന്മാർ എവിടെ കണ്ടാലും ഇവന്മാർ അടിക്കും. നോക്കിയാ നിന്റെ ഇനി ആരെന്ന് പറഞ്ഞാലും മനസ്സിലായോ? നിന്നെ അടിച്ചിട്ടേ ഞാൻ ചോദിച്ചത്, മനസ്സിലായോ? അവൻ എന്നെ പുറകിൽ നിന്ന് കുറച്ചിട്ട് ഈ സേഫ് സോണിനകത്ത് കാച്ചാറിയാത്തമാർ എന്റെ അടുത്ത് കുറയ്ക്കാൻ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ആ മുസംബിമാക്കാരെന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ. ആ പുത്തള കുറെ കൊച്ചുകൊണ്ടന്മാര് മൈരി, ഇതൊന്നും ആർക്ക് കേൾക്കുന്നില്ലേ ഒന്നിനും. ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ആകട്ടെ, പണി എന്റെ പണി വേണം. എക്സ്റ്റിയിൽ ഏത് കുണ്ണാ? എടാ ആർക്കെങ്കിലും വല്ലതും കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, വല്ലതും കേക്കാവോ? സെർവർ മ്യൂട്ടാണോ? സെർവർ മ്യൂട്ടൊന്നും അല്ല ബ്രോ. MSPL ചെയ്യുന്നുണ്ട്. തീട്ടക്കണ്ടികളാട്ടോ ഇവന്മാര്, തീട്ടക്കണ്ടികൾ. സത്യം പറയാ, തീട്ടന്മാര് തിന്നുന്നേടാ ഇതിനെക്കാട്ടും ബെറ്റർ. മാഗിരി സേഫ് സോണ്ടാത്ത അവന്റെ മാസടി അയ്യേ, തീട്ടങ്ങള് മനസ്സിലായോ? തീട്ടങ്ങള് ഇന്റെയൊക്കെ കളി അറിയാമെന്നും പറഞ്ഞോണ്ടുള്ള കോണവാധികാരം കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? സിറ്റിസൺ ആണ് ഫ്ലഫിക്ക് ഇങ്ങനെ തന്നെ ആണ്. വോയിസ് റെഡി ആയോ? T47 മാത്രമല്ല വേറെ യങ് മെമ്പേഴ്സും ഉണ്ട്. T47 പ്ലേയേഴ്സ് തന്നെയാണ്. നോക്കിയാൽ അറിവ് നല്ല കാലുകൊക്കെ അത് അത്യം മനസ്സിലാക്കി. നീ നോക്കിയുടെ കയറ്റായിരുന്നെങ്കിൽ നിനക്ക് നല്ല കയറി കയറ്റായിരുന്നു. എനിക്ക് T47 ഒന്നും അല്ല, ഞാൻ T47 അല്ല പറഞ്ഞത്. എന്നെ അവിടെ കൊണച്ചവന്മാർ ഇറ്റാലിയിലുള്ള കുണ്ടങ്ങളെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് ഞാൻ ഇനിയും പറയും, എന്തൊരു പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആണെങ്കിൽ എൻ്റെ ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് അവരാതും പറയണത് ഇങ്ങനെ. അതിന് കാരണം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ പുണ്യാളൊന്നും അല്ലെന്ന് വിചാരിച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? ഒരു മനുഷ്യനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, മനസ്സിലായോ? ഈ കൊച്ചു കുണ്ണങ്ങളുടെ അടുത്തൊക്കെ ഇവന്റെയൊക്കെ മറ്റേ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ സംസാരിച്ച് ശരിയായിട്ടില്ല. ഇല്ല വെയിറ്റ് ഇപ്പൊ കേക്കാലോ അല്ലേ? ഹലോ ഹലോ ഹലോ. ആ ആരഞ്ഞു വരാനുള്ളത്? ബാക്കിയുള്ള ആൾക്കാരെന്തേ? ഫ്ലഫിയൊക്കെ എന്തേടാ? ആ മൈക്കൊന്ന് തൊള്ളിന്ന് മാറ്റിക്കാക്കോടെ. ശ്വാസം വിടുന്ന ശ്വാസം അടുത്തൂടെ പോകുന്നവരെ കേക്കാം. അതാണ് അടുത്തൊരു എക്കോ. മ്യൂട്ട് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാടാ മ്യൂട്ട് ആക്കാത്തെ. ചില്ലാവ്. വെയിറ്റ് Chill guys, പറഞ്ഞിട്ടാക്കിയാ മതി. വെയിറ്റ് ചെയ്യ്. മാക്കിന്റെ ക്യാമിന്റെ കളർ ഗ്രേഡിംഗ് ഒന്ന് മാറ്റണം. ഇതെന്താണ് ടോർച്ച് അടിച്ചാൽ മതി. ഇപ്പൊ കൊള്ളാം. കിക്ക് പറയുമ്പോഴേ കിക്ക് എന്നുള്ള സാധനമുണ്ട്.
ഇപ്പൊ തോന്നിയ പേര് ലെവണ്ടാടാ. ഫ്ലഫീന്റെ പി സി അപ്ഡേറ്റ് ആയിക്കൊണ്ട് തീരാറായിരുന്നു. ഓട്ടോ അപ്ഡേറ്റ് ആയിരുന്നു. ഞാനിപ്പോ കുറുപ്പിനൊന്നുമില്ല എന്താ കുറുപ്പിനൊന്നുമില്ല. ചെയ്യണ്ടേ? ചേക്ക് ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ത് ഇപ്പൊ ഈ കാണിച്ചതിന്? വെയിറ്റ് ചിൽ മക്കു ചിൽ. കേറിട്ട് കൊടുക്കാം. ചിൽ മാടു. മാക്ക് പൊങ്ങിയില്ലേ? പൊങ്ങി പൊങ്ങി. ഞാൻ സിറ്റിന്ന് ഇതായി സിറ്റി ഇതല്ലേ. നമ്മുടെ ആരാ കൊണച്ച ഇപ്പോ അതും കത്തി. അതറിയില്ല. പത്ത് 23 ആളായിട്ടുള്ളല്ലോ. ഇല്ല പോരാ. ബാക്കിയുള്ള ആൾക്കാരെന്തേ 33 10 ആൾക്കാരില് ആർക്കൊക്കെ ബാന്? പ്രണവ് പ്രണവിന്റെ ബാന് മാറിയില്ല. ഇന്ന് 12 മണിയാവും മാറാൻ. ഡ്രീം ഇന്ന് 12 മണിക്കോ? ബാനല്ലേ? വിപ്സിക്ക് എന്താ? വെബ്സിക്ക് എന്താ ബാൻ? വിപ്സി ഇന്നുണ്ടായിരുന്നല്ലോ സിറ്റിയില്. വിപ്സിക്ക് വിപ്സിക്ക് ബാനൊന്നുമില്ല. ബാനൊന്നുമില്ല. വിപ്സിനോട് വിപ്സ് വീസിലല്ലോ ഒന്ന് വരാൻ പറഞ്ഞ. ഓക്കെ കുറുപ്പിന് ബാൻ. കുറുപ്പിന്റെ വാന് നാളെ അല്ല മറ്റന്നാളായിരുന്നു. ഇല്ല അവന് 4-ാം 4-ാം തീയതി. തീയതി എഴുതിയിട്ടുള്ളൂ. ജോഷു ഉണ്ട്. ജോഷു ഉണ്ടോ? വിളിക്കുന്നു. ചേക്കാ മ്യൂട്ടാക്കാന്നുണ്ടെങ്കിൽ പറയട്ടോ, ഞാൻ മ്യൂട്ടാക്കിയോളാം. ഞാനും പറയാം. കുഴപ്പമില്ല. നോട്ടാക്കണമെന്നില്ല. ഞാൻ കുറച്ചേരം കഴിയും വരണെങ്കിൽ. വെബ്സി ഇതാ വരുന്നു. വെബ്സി ഒരു ഉസ്മാൻ നീ ലൈവ് ആണോ? ഉസ്മാനെ ഉസ്മാൻ ലൈവ് ആണോ? ഉസ്മാൻ ഒന്ന് വലിക്കണം ഒരു മിനിറ്റ്. ജോഷി പോരും. ജയൊക്കെ ഉണ്ടാ? വെബ്സി ഇപ്പൊ വരുന്നു പറഞ്ഞ്. ഫ്ലഫി അതായ അതെന്താ ഹാസ് റെഡിമേഡ് അന്ന ഓർണോ എന്ന എടുക്കൽ കാണിക്കുന്നത്? ഫ്ലഫി മ്യൂട്ടാണോ ലൈവ്? കറണ്ട് പറ്റുന്തോ എന്റെ പറഞ്ഞു. അല്ല ഫ്ലഫിയുടെ എന്തോ നടക്കണേ? എനിക്കൊരു ബേസിക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് വന്നോളൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ. മാലിക്ക് ഇല്ലല്ലേ? മാലിക് എവിടെ? പടത്തിന് പോയത്. പിന്നെ ആരൊക്കെ സ്പൈഡർമാൻ പോയാണ്? ഫ്ലഫിന്റെ ലൈവില് കേൾക്കാലോ. ഫ്ലഫി ലൈവ് ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല അപ്പൊ ആരും മാക്കിനാണോ കേൾക്കുന്നത്? മ്യൂട്ട് ചെയ്യാനാവുമ്പോ പറയാം. ചെയ്യണ്ട. അതുകൊണ്ട് ഷേക്ക് പറഞ്ഞോ. മ്യൂട്ട് ലൈവ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട്. ഇല്ല ഇപ്പൊ ഈ നടന്ന് കണ്ടല്ലോ. സേഫ് സോണിലാണല്ലോ പഠിച്ചത് മാക്കിനെ. ഇത് കണ്ടിട്ട് ചോദിച്ചാതെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലായില്ലേ? ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഇനിയൊരു എന്താ പറയാ ഡ്രോപ്പ് ചെയ്യണ പരിപാടി ഇല്ല. അത് ഞാൻ ആരാണെന്നുണ്ടെങ്കിലും. ഇത് തോൽക്കോ അല്ലെങ്കിൽ ജയിക്കോ അങ്ങനത്തെ കോൺഫിഡൻസ് കുറവിലൊന്നും ഒരുത്തനും കളിക്കണ്ട. മനസ്സിലായില്ലേ? ഇവിടെയുള്ള ഓരോരുത്തർക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. ഇത് നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞത് തന്നെയാണ്, പിന്നെ എടുത്ത് പറയാണ്. ഇവിടെ ഒരുത്തനെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കും. മനസ്സിലായില്ലേ? അത് ഇനി തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല. നമ്മൾ പറ്റ ആളില്ലാത്ത സമയത്ത് നമ്മൾ മാറിപ്പോണ പോലെയല്ല. ഇന്ന് എല്ലാവരും ഉണ്ട്. ബാൻ അല്ലാത്ത എല്ലാവരും ഇവിടെ വി സിയിലുണ്ട്. ഇത്രയും പേര് ഉള്ള ആൾക്കാർ കയറിയിട്ട് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഇതാക്കിയിട്ടെങ്കിലും പോന്നാൽ മതി. നമ്മളെ തൊട്ടുകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് കൊണച്ചിടുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോയാൽ മതി. ഇതിലുള്ള ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു വൈബിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ നല്ലൊരു ഫാമിലി ആയിക്കാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഇതാക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആരാണെന്നുണ്ടെങ്കിലും, അത് ഏത് ടീമാണെന്നുണ്ടെങ്കിലും കോൺഫിഡൻസ് കുറവിൽ കളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? നന്നായി കളിക്കുക, അത്രേ ഉള്ളൂ. അത് പ്രീവാർ അവന്മാർ കണക്ട് ചെയ്ത് ഇട്ടുകാണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കളിക്കുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സംസാരമൊന്നുമില്ല. ഇനി ഈ ഒരു ഡബിൾ മൈൻഡ് കുറച്ച് പേർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു ഡബിൾ മൈൻഡ് വേണ്ട. എല്ലാവർക്കും നല്ല കഴിവുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കളിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലാതെ അതിങ്ങനെ അതിനൊരു നെഗായി കണ്ട് ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ആർക്കീ ഡബിൾ മൈൻഡ്? നെഗ്ഗാർക്കാ? ഇതിന് അത് വിളിച്ചിരുന്നു. അത് വേറെ, അത് ഞാൻ പറയാം. അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആരാണ് എന്താണെന്നുള്ളതൊന്നും ഇല്ല. നമുക്ക് ആരാണെങ്കിലും കണക്കാം. നമുക്ക് നമ്മളാണ് വലുത്. മനസ്സിലായില്ലേ? ഇതിലുള്ള ഓരോരുത്തരുമാണ് നമുക്ക് വലുത്. അപ്പം അതിനനുസരിച്ച് എല്ലാവരും കയറുക, ഒരുമിച്ച് കളിക്കുക, അത്രേ ഉള്ളൂ അതിൽ.
നോക്കിയും ഫ്ലഫിയും താഴെ നിന്നാണടാ. ലൈവ് മ്യൂട്ട് ലൈവ് മ്യൂട്ട് ആക്കിയിട്ട് താഴെ വാ. ആണ് സ്റ്റില്ലാണ് വലിച്ചു ആ ഓക്കെ മേലെ വിളിക്കാം. അടിക്കാടാ. ബിലാലെ സിറ്റപ്പായോ എനിക്ക് അവന്മാരെ വേണം ബിലാലെ. അടിക്കടാ. ഉള്ള വില എടുത്ത് തരും. ചില്ലാവ് ചിൽമാടു നമ്മളെന്താ വെക്ക, നമ്മള് സാധാരണ അടി കഴിഞ്ഞിട്ടല്ലേ കണക്കുള്ളൂ. ഞാൻ ഇത് കൊണച്ചല്ല ബിലാലെ, ഇത് നീ ഒന്ന് ആലോചിച്ചു. സേഫ് സോണിന്റെ അകത്ത് നിന്നിട്ട് അവന്മാർ മറ്റേ വർത്താനം ഇല്ല, പറഞ്ഞ് അത് വലിക്കേണ്ടത് വലിക്കും. അല്ല ബാനു കൊണച്ചപ്പോ ഉടനെ സ്ട്രെയിറ്റ് ബാനുവിന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയാവോ, നീ മറ്റേ സേതുവിന്റെ അണ്ടി താങ്ങുന്നവരല്ലേ, എന്തിനാ അതിന്റെ ഞാൻ ഒന്നും കേട്ടില്ല, എല്ലാം ഇതായി പോയി. അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലല്ല അങ്ങനെയാണ് പറഞ്ഞത്. അതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഈ ഓസി ഒക്കെ എടുത്ത് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇല്ല, ഒന്ന് കൊണക്കാൻ തുടങ്ങിയപ്പോഴേ സേഫ് സോണി അടിച്ചിടുന്നത് എന്തിനാണെന്ന് അറിയാം. അല്ല നേരെ സേഫ് സോണി അടിച്ചിടേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിച്ചിട്ട് നീ മറ്റേ സേതുവിന്റെ തണ്ടി താങ്ങുന്നതല്ലേ, നീയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്തിന്റെ ആവശ്യം? ഓസി ഡ്രാഗ് ചെയ്യുന്നത് ഇവന്മാർ കളിക്കാൻ അറിയത്തില്ലേ? അവന്മാർക്ക് കളിക്കാൻ അറിയുന്ന കണ്ടില്ലായിരുന്നോ ആൾക്കാര്? നിങ്ങള് എങ്ങനെ കളിക്കാൻ അറിയാവുന്ന സേഫ് സോണിലെ കളി കണ്ടില്ല? ഇതാണ് അവന്മാർക്ക് അറിയാവുന്ന കളി. അവന്മാർക്ക് സസ്പെൻഷൻ കിട്ടിയാലൊന്നും ഇല്ലടാ. സസ്പെൻഷനോ? എനിക്ക് അവന്മാരെ തല്ലണം. ഒരു ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് അവന്റെ ഒക്കെ തെറ്റിക്ക് കയറ്റണം, മനസ്സിലായോ? എനിക്ക് അത്രേ ഉള്ളൂ. അവന്മാരെ കൊണ്ടുവച്ച് കാലിലട വെക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. അടിക്കും, എന്റെ പിള്ളേർ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് ഒരു കുറവില്ല, മനസ്സിലായോ? ഇതുപോലെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരോടും അടിക്കണം എനിക്ക് അവന്മാര് ഒരടിയെങ്കിലും. അത്രയും സങ്കടമാണ് ഇതിലെ പെട്ടെന്ന് ആകും. നീ എന്ത് ചെയ്തോണ്ടിരിക്കുമ്പോഴാ മറ്റത്? എടാ എന്റെ മുമ്പിൽ വെച്ച് നോക്കിയനെ സേഫ് സോണിൽ അത് ഇടിച്ചു കൊന്ന്. ഓക്കെ, ഇവന്മാര് ഫ്രണ്ടോ ആയിക്കോട്ടെ എന്തോ. ഞാൻ ചോദിച്ചു ബ്രോ എന്തിനാ ഇടിച്ചു കൊന്നേ? അത് നീ ആ കിടക്കുന്നവൻ പൊങ്ങുമ്പോ ചോദിച്ചാൽ മതിയെന്ന്. അമ്മാര് വർത്താനം പറഞ്ഞു എന്റെ ചെറുക്കനെ കടിച്ച് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പുറകിൽ നിന്ന് വന്ന ഒറ്റ കുത്ര. ഇവനൊക്കെ ആരാ സിറ്റിയില്? വലിച്ചു മാത്രല്ല, ഞാൻ വേറെ കൂടെ കൊടുക്കുന്നുണ്ട്. സിറ്റി എപ്പായല്ലോ അല്ലേ? 35 പേരുണ്ട്. കപ്പ എപ്പാണ്? അപ്പായി സിറ്റിന്റെ കൂടെ 32 PL ഉണ്ട്. 32 PL ഉണ്ടോ? അപ്പൊ പിന്നെ കേറിട്ട് കേറിയപ്പോ തന്നെ 30 PL കൊള്ളാലോ. ചിലപ്പോ ലുക്കിലേക്ക് ഫീൽസിലേക്ക് ആയിരിക്കും. ആണോ നോക്കിയടാ ഇക്രു, അനങ്ങുന്നുണ്ടോന്ന് വല്ലോ? 31 30 കാരണം ഈ സെർവറിന് ഇതിന് മുന്നേ ഇതേപോലെ നല്ല കണ്ണൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ ഓടുന്നും ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറെ എണ്ണം. ഡൗൺലോഡിങ് കണ്ടന്റ് മാനിഫെസ്റ്റിൽ തന്നെ സ്റ്റക്കാ എനിക്ക്. ആടുന്നവരമ്മക്ക് ചേല എന്തിന് അവൻ പാട്ട് പാടിയതാ നിങ്ങൾ ആമയ്ക്ക് ചേലാണെന്നാണ് അവൻ പാടിയത്. പക്ഷെ ഇവിടെ കേട്ടത് വേറെ കേട്ടാ പാട് കേട്ടാ. അമ്മക്ക് നല്ലേ, ആമയ്ക്കുന്നല്ല അമ്മയ്ക്കുന്ന തന്നെയാണ്. അമ്മക്ക് തന്നെയാണ്. പിന്നെ അമ്മയ്ക്കുന്ന തന്നെയാണോ പാടിയത് മണ്ടന്മാരെ? അതന്നെ ആരാ പാടിയാ? ജെന്നെക്സ് പാടിയതിന്റെ ഒരു എനിക്ക് പിന്നെ അതന്നല്ലേ അതിന്റെ അർത്ഥം. ഇല്ലല്ല ഞാൻ പാട്ട് കേട്ടില്ല, എനിക്കറിയാം, സോറി. ഞാനൊരു കാര്യം പറയാം. ഇവിടെ മറ്റേ അവര് മറ്റേ ഫാമിലി മെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല. ബിലാലിന്റെ മൈൻഡ് ഇപ്പോൾ ഓൾറെഡി എവിടെയാന്ന് എനിക്കറിയാം. ബിലാലെ അങ്ങോട്ട് പോകണ്ട ബിലാലെ, ഞാൻ പറഞ്ഞല്ലോ. ബിലാലെ നീ തിരിച്ചു വാ. വേണ്ട, അതിനുള്ള ആയിട്ടില്ല, മനസ്സിലായില്ലേ? സേവ് സോണൊക്കെ എടുത്ത് കളഞ്ഞ അവിടെ
എവർറാ? മുതുക്കിനുള്ളിൽ വീഡിയോ എടുക്കാനൊക്കെ ഈ പറ്റുന്നുണ്ടല്ലോ. മുതുക്കിന്റെ അകത്ത് ഞാനിത് സീരിയസ്ലി ഞാൻ അഡ്മിൻസിനോട് സംസാരിക്കും. സേഫ് സോണിന്റെ അകത്ത് ഈ പരിപാടി അവരൊന്ന് ഞാൻ സേഫ് സോൺ എടുത്ത് സംസാരിക്കാം. റിമൂവ് ചെയ്യുന്നത് എന്തിനാ? അതെ. TG ഇറ്റാലിയന്റെ മുതുക്കിന് കൂടെ safe zone ഇല്ല? ജയിച്ചിട്ടില്ലല്ലോ. അതൊന്നും എനിക്ക് അറിയത്തില്ല ബ്രോ. ഇല്ല, ആര് ഞാൻ ജയിച്ചോ വെറുതെ ആര് കണ്ടിട്ട് തോറ്റോ ചോദിച്ചതാ. എന്നുള്ളതൊന്നും എന്നെ ഓക്കേ. ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഓർക്കാനോ ഒന്നും പോണമില്ല. എനിക്ക് ഒന്നും അറിയാൻ വേണ്ട. എന്റെ അടുത്ത് കാണിച്ചതിനാണ് ഞാൻ അവിടെ ട്രിഗർ. ഞാൻ ലിറ്ററലി പറയാം, എന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഞാൻ സോറി പറയുന്നുണ്ട്. ഞാൻ ആവശ്യമില്ലാതെ കുറച്ച് ചീത്ത പറഞ്ഞു. അത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കും. കണ്ടോണ്ടിരിക്കുന്ന ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഐ റിയലി സോറി ഫോർ ദാറ്റ്. അത് ആ വണ്ട Everything's all right. ആ സിറ്റുവേഷനിൽ ആ നമ്മള് ഫേസ് അതെ, കേറാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഇല്ല, എനിക്ക് ഡൗൺലോഡിംഗ് കണ്ടന്റ് മാനിഫെസ്റ്റ് കാണിച്ചോണ്ടിരിക്കുക. എനിക്ക് അതുപോലും കാണിക്കുന്നില്ല. ഡയറക്റ്റ് ഇതാ. Guys, 65 അതാണ് ഞാൻ രൂപ പറഞ്ഞത്. കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു നോർമലായിട്ട് നമ്മൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇമാതിരി ഈ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് ഗൈസ്. ഇത് മറ്റേ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ഒരുത്തനെ അടിച്ചിട്ടു. അത് ചോദിക്കുക ബ്രോ അത് എന്തിനാന്ന് ചോദിച്ചപ്പോ പുറകിൽ നിന്ന് വന്ന് മാസ് കാണിക്കുന്നു. ഇവനൊക്കെ എത്ര കൊല്ലമായിട്ട് ഇത് കളിക്കുന്നതാ? ഇതോടെ മനസ്സിലാക്കിക്കോ. സത്യം. വെടിവെക്കാൻ അറിയുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല. കുറച്ചെണ്ണം ഇത് മാത്രമായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പൊ പറയണമെന്ന് തോന്നിയോണ്ട് പറയാണ്. ഞാൻ വേണ്ട ഒന്നും ഞാൻ പറയണ്ട, ഞാൻ വിട്ടുതരാം. എന്താ ബ്രോ എന്താ ഫേസ് ക്യാം ഓഫ് ആക്ക് കണ്ടന്റ് ആവുമെന്നോ? ബ്രോ എനിക്ക് ഇതേണ്ട ഇതാണ് മനസ്സിലായോ? ഇത് മനസ്സിലായോ? അവന്റെ ഒക്കെ കണ്ടന്റ് ആയ ഇത് ഇല്ല, തലയിലാണോ? തലയില് അവന്റെ ഒക്കെ കണ്ടന്റ് ആയ കാണിക്കേണ്ട താഴത്തെ എടുത്ത് കാണിച്ചുകൂട്. മനസ്സിലായോ? എനിക്ക് അതാണ് തലയിൽ എന്തിനാണ്? അത് അത്രക്കുള്ള വിലയൊന്നും ഇല്ല അവന്മാർക്ക്. അത്രക്കുള്ള വിലയൊന്നും ഇല്ല അവന്മാർക്ക്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കുക, അതാ നല്ലത്. ഇത് എന്തോ ഒരു ഒബ്റ്റെയിനിങ് കോൺഫിഗറേഷൻ ഫ്രം സെർവർ ഫെയിൽഡ്. അത് തന്നെയല്ലേ എനിക്ക് സെയിം ഇഷ്യൂ. സമാധാനം. ആ PL ഓക്കെ ഏട്ടാ, 9 PL സെറ്റായി. എനിക്കിപ്പോ ഡൗൺലോഡ് ആവുന്നില്ല. 49 സ്റ്റക്ക്. അല്ല പയ്യെ ആവുന്നുണ്ട്. എനിക്ക് ഒരു ഒന്നുമേ പടി ആവുന്നില്ല. പടിയായിട്ട്. ബ്ലേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ബ്ലേക്ക് എന്താ? അടുത്തവൻ ഇല്ല ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അത് മിണ്ടാതിരിക്കുക, അതാ നല്ലത്. പറഞ്ഞപ്പോ തന്നെ PL കയറിയേട്ടാ. എന്തോ DC-യിൽ എന്തോ ആരായിരുന്നു live കാണുന്നത്? എനിക്ക് ഇപ്പത്തെ സിറ്റുവേഷൻ ശരിയാവത്തില്ല ബ്രോ. ഞാൻ ഇരുന്ന് അപരാധം പറഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ വരെ അണ്ണാക്കില്ലാത്ത ബേറിലിട്ട് കുത്തി വാങ്ങിക്കണമെന്നുണ്ട്. അവനൊക്കെ അത്രക്ക് കഴിവർ പറയുമൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്ക്. എന്തിനാണ് വെറുതെ വിഴുങ്ങുന്നത്? എന്തിനാ? ഹറാമിന്റെ ഭാഷയിലെ വർത്താനങ്ങള്. ഓനൊന്നും ഞാൻ പറയട്ടെ, ഞാൻ നാളത്തെ ഒരു ടോപ്പ് ഗ്യാങ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ വായി പഴം എടുത്ത് പുറത്ത് വെച്ചിട്ട് സിറ്റിയിൽ കയറാൻ പറയണം. നീ ഒന്നുണ്ടാക്കുന്ന അവിടെ ഇരുന്ന്. ഇല്ല ആരാ പറഞ്ഞാരാ? ഞാൻ പറയണോ വല്ലതും? അല്ല നാളെ വല്ല നോക്കോളൂ. എഴുതി കൊടുക്കുമൊക്കെ ഓക്കെ. നോക്കണേ ബ്രോ, എല്ലാം നോക്കണേ. A to Z ഒക്കെ നോക്കണേ. എന്തോ പയ്യനെന്തോ അവന്റെ വീട്ടിലാരെങ്കിലും ഇവിടെ ആക്കാന്ന് പറഞ്ഞേ. ആരോട് ഒരു പരാതി ഇല്ല. തരാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചെങ്കിൽ എനിക്ക് അതിലൊന്നും ആരോട് പരാതിയൊന്നുമില്ല. അത് വിട. എനിക്ക് നിങ്ങളത് എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ട. അത് വേണ്ട. നിങ്ങൾ ആ എത്തിക്കുന്ന രീതി വേണ്ട. നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ട് വേണ്ട. അത് ചിൽമാട്. എനിക്കില്ലാത്ത പരാതി എന്തിനാണ് മക്കളെ നിങ്ങൾക്ക്? എന്താണ് ഒന്നുമില്ല. കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്യാൻ നോക്കണോ നീയൊക്കെ പരാതി മക്കളെ? ബ്രോ ചിൽ മാടു. കുറച്ചൊക്കെ കോൺട്രവേഴ്സി വേണം. ഓർക്ക് മനസ്സിലായില്ലേ? ഒന്ന് കഴിഞ്ഞിപ്പോ 1 മാസം ആയതുള്ളൂ സമാധാനമായിട്ട് തറയിൽ നിൽക്കുന്നു. ഇന്ന് ലൈവ് ഇട്ടോടാ? ഇല്ല ഇടണം, ഇപ്പൊ ഇടണം. മോനെ ഇന്ന് മര്യാദ ഫാമിലി ഫ്രണ്ട്ലി കൺട്രോൾ. കാര്യം പറയട്ടെ എന്താന്ന്. ഞാൻ നോക്കിയപ്പോഴേ സ്റ്റോറി സത്യം തൊട്ട് എല്ലാ ദിവസം സ്ട്രീം ഇടുന്നു. എന്ത് ഉസ്മാൻ എന്താ പറഞ്ഞേ? അതല്ല ഇക്രൂനെ കൊണ്ടുപോയി. എന്തൊക്കെയാണ് ദൈവമേ ഇവിടെ നടക്കുന്നേ? ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കഴിയട്ടെ. ഞാൻ ലൈവ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. വേണ്ട മ്യൂട്ട് ചെയ്യാൻ. ഞാൻ ഒരു കാര്യം ഇപ്പൊ സ്ട്രീമിലുള്ളവരോട് പറയാണ്. ഇന്ന് ഇവിടം തൊട്ട് ഈ സ്ട്രീം അല്പം ഫാമിലി ഫ്രണ്ട്ലി അല്ല. പ്ലീസ്. അത്രേ ഉള്ളൂ. പ്ലീസ്
അത് എനിക്ക് ഒരു ഉറപ്പും തരാൻ പറ്റത്തില്ല ഇവന്മാരായതുകൊണ്ട്. ഞാൻ പറയൂ